ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് മംസ്, MERV ടെക്നോളജി, എയ്ഡ് ഇൻ ഡൈയിങ്, യോണ്ടേ ഡിക്ലറേഷൻ, സ്പെക്ട്രം റെഗുലേറ്ററി സാൻഡ്ബോക്സ്, ദ CEC ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷൻസ് അപ്പോയിൻമെന്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023, ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മംസിനെ കുറിച്ചാണ്. ഈ മംസിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, കേരളത്തിൽ ഇതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് വന്നതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 8 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മംസ് എന്ന് പറയുന്നത് ഒരു ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ഒരു വൈറൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഈ വൈറൽ ഡിസീസിന് കാരണമാവുന്നത് മംസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ്. ഈ വൈറസ് ബേസിക്കലി ഒരു പാരാമിക്സോ വൈറഡേ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെടുന്ന ഒരു വൈറസ് ആണെന്ന് മനസ്സിലാക്കുക. ഈ വൈറൽ ഡിസീസ് മനുഷ്യന് വന്നു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും ബാധിക്കുക മനുഷ്യൻ്റെ സലൈവറി ഗ്ലാൻസിനെയാണ്. അതുപോലെ തന്നെ പാരറ്റൈഡ് ഗ്ലാൻസ് എന്ന് പറയുന്ന സലൈവയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മറ്റൊരു ഗ്ലാൻഡാണ്. ഈ പാരറ്റൈഡ് ഗ്ലാൻസിനെയും അതുപോലെ തന്നെ സലൈവറി ഗ്ലാൻസിനെയാണ് ഇത് പ്രധാനമായിട്ടും ബാധിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ചെവിയുടെ ഒക്കെ ഫ്രണ്ട് ഭാഗത്തും ഇത് കാരണം ഈ നീര് വന്നതുപോലെയൊക്കെ ബൾജിങ്ങും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇത് സ്പ്രെഡ് ആവുന്നത്, ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആവുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സലൈവയുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹൈലി കണ്ടീജിയസ് ആയിട്ടുള്ള ഒരു വൈറൽ ഡിസീസാണ്. അതായത് അതുകൊണ്ട് തന്നെ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ സ്പ്രെഡും വളരെ പെട്ടെന്ന് റാപ്പിഡായിട്ട് കൂടും എന്നാണ് പറയാം. ഇത് പ്രൈമറിലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് മറ്റുള്ള ഈ ഇൻഫെക്റ്റഡ് സലൈവയിലൂടെയാണെന്ന് പറയുന്ന സമയത്തും റെസിപ്പിറ്ററി ആയിട്ടുള്ള ബാക്കിയുള്ള മറ്റുള്ള ടൈപ്പ് ഓഫ് സെക്രീഷൻസ് ഉണ്ടാകും. ഇപ്പോൾ ഡ്രോപ്ലെറ്റ്സ്, അതുപോലെ തന്നെ സലൈവ, അതുപോലെ തന്നെ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ടുള്ള ഡയറക്റ്റ് കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞാൽ ആ രീതിയിലൊക്കെ ഇത് സ്പ്രെഡ് ആവും എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വൈറസിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ് ഈ ഒരു വൈറസിൻ്റെ നാച്ചുറൽ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മംസ് വൈറസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതിൻ്റെ കൂടെ പിന്നെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇതിന് പ്രത്യേകിച്ച് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഒന്നും പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെയൊക്കെ സെൽഫ് ട്രീറ്റബിൾ ആയിട്ടുള്ളൊരു ഡിസീസാണിതെന്നാണ് പറയുന്നത്. പക്ഷേ US പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇതിന് എതിരായിട്ടുള്ള പ്രിവെൻഷൻ വാക്സിൻസ് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷൻസ് അവൈലബിൾ ആണെന്നും അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് MERV ടെക്നോളജിയെ കുറിച്ചാണ്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് എന്ന് പറയും. ഈ MERV ടെക്നോളജിയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഒരേ ഒരു ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന ഇന്ത്യയുടെ ഒരേ ഒരു ICBM ആയിട്ടുള്ള അഗ്നി 5 ഒരു MERV ടെക്നോളജി വെച്ചിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി DRDO ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒഡീഷയിലുള്ള അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചിട്ട് ഈ പറയുന്ന അഗ്നി 5 MERV ടെക്നോളജി DRDO ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസ്സിലൊക്കെ ഇതിനെ കുറിച്ചിട്ടുള്ള വാർത്തകളുണ്ട്. അതിനകത്ത് ഹിന്ദുവിൻ്റെ പേജ് 1 ഈ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ MERV ടെക്നോളജി അഗ്നി 5 വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് DRDO ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് MERV എന്ന് പറയാം, MERV എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു MERV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ്? നമുക്കറിയാം, നോർമലി ഒരു മിസൈലിന് ഒരു വാർഹെഡ് ആണ്. ഒരു മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതൊരു വെഹിക്കിൾ മാത്രമാണ്. അതായത് ആ മിസൈലിനകത്ത് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള വാർഹെഡിന് ഒരു എക്സ്പ്ലോസീവ് മെറ്റീരിയൽ ഡിവൈസ് ഉണ്ടാകും. അത് ചിലപ്പോൾ ന്യൂക്ലിയർ വാർഹെഡ് ആയിരിക്കും, അതല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ വാർഹെഡ് ആയിരിക്കും. അതിനെ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു കാരിയർ വെഹിക്കിൾ മാത്രമാണ് ഒരു മിസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു മിസൈലിനകത്തൊരു വാർഹെഡാണ് ഉണ്ടാകും. ആ മിസൈലിൻ്റെ വാർഹെഡ് പെർട്ടിക്കുലർ ഏരിയയിൽ വന്ന് പതിക്കുമ്പോൾ അത് എക്സ്പ്ലോഡ് ചെയ്യും. ഇതാണ് മിസൈലിൻ്റെ ബേസിക് ആയിട്ടുള്ള മിസൈലിൻ്റെ ഒരു അറ്റാക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ സിംഗിൾ വാർഹെഡ് ഉള്ള മിസൈൽസിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഏത് രാജ്യത്തിനെയാണോ ആക്രമിക്കാൻ പോകുന്നത് ആ രാജ്യത്തിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് ഈസി ആയിട്ട് ഈ മിസൈലിനെ ഷൂട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ടാർഗറ്റ് ഡിസ്ട്രോയ് ചെയ്യാനുള്ള, ഈ മിസൈൽ വെച്ച് ആക്രമണം നടത്തുന്ന രാജ്യങ്ങൾക്ക് ഈ ടാർഗറ്റിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള ചാൻസസ് ഏത് രാജ്യത്തിനെയാണോ ആക്രമിക്കുന്നത് ആ രാജ്യത്തിൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ 1960കളിൽ, അതായത് കോൾഡ് വാർ അതിൻ്റെ പീക്കിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് അമേരിക്കയാണ് ഈ MERV ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് MERV ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മിസൈലിനകത്ത് തന്നെ മൾട്ടിപ്പിൾ വാർഹെഡ്സ് ഉണ്ടാവും. അതായത് ഒന്നിലധികം വാർഹെഡ്സ് അല്ലെങ്കിൽ ഒന്നിലധികം
എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് ഡിവൈസസ് അല്ലെങ്കിൽ ബോംബുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. അത് ഒന്നിലധികം വാർഹെഡ്സ് ഉണ്ടാവുമെന്ന് മാത്രമല്ല, ഈ ഓരോ വാർഹെഡിനും സെപ്പറേറ്റ് ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു മിസൈൽ ബേസിക്കലി ഇങ്ങനെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ അപ്പർ അറ്റ്മോസ്ഫിയറിലെത്തി അതിൻ്റെ റീ എൻട്രി സ്റ്റേജ് ആകുമ്പോഴേക്കും നോർമലി ഒരു മിസൈൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ വന്നിട്ട് പതിക്കുകയാണ് ചെയ്യുക. പക്ഷേ ഒരു മൂവ് ആണെങ്കിൽ അത് വാർഹെഡ് സെപ്പറേഷൻ കഴിയുന്ന സമയത്ത് ഈ വാർഹെഡ്സ് പല പല ദിശകളിലേക്കായിട്ട് പല പല ടാർഗറ്റ്സിനെ അറ്റാക്ക് ചെയ്യാൻ പോകും. അതാണ് മൂവ് എന്ന് പറയുന്നത്. അതാണ് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യ ഇത് ആദ്യമായിട്ടാണ് ഈ ഒരു ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു ടെക്നോളജി ഇന്ത്യക്ക് ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്യുന്നത് ഇപ്പോൾ 2024 അപ്പോൾ ഈ ഒരു മൂവ് ടെക്നോളജി ടെസ്റ്റ് ചെയ്തിട്ടുള്ള DRDOയുടെ ഈ ടെസ്റ്റ് മിഷനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് മിഷൻ ദിവ്യാസ്ത്ര എന്നുള്ള പേരിലാണ്. പക്ഷെ ഓർത്തിരിക്കുക, ഇതൊരു പുതിയ ടെക്നോളജി അല്ല. ഇത് ആക്ച്വലി ഒരു 65 വർഷത്തോളം പഴക്കമുള്ള 1960s തൊട്ടേ ലോകത്തിലുള്ള ഒരു ടെക്നോളജിയാണ്. മോർ ദാൻ 60 years ഓൾഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അപ്പോൾ ഇതിനകത്തൊരു പുതുമയൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഡിറ്ററൻസ് കേപ്പബിലിറ്റിനെ, അതായത് നമുക്ക് ഒരു ശത്രു രാജ്യം നമ്മളെ ആക്രമിക്കാതെ തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റുന്നത് നമുക്ക് ഡിറ്ററൻസ് ഉള്ളതുകൊണ്ടാണ്. കാരണം നമുക്ക് റിട്ടൈലേറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഡിറ്ററൻസ് കേപ്പബിലിറ്റിനെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന ഒന്നാണ് ഈ മൂവ് ടെക്നോളജിയുടെ ഡെമോൺസ്ട്രേഷൻ അല്ലെങ്കിൽ മൂവ് ടെക്നോളജി ഇന്ത്യ അക്വയർ ചെയ്തത് എന്ന് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ പറഞ്ഞു, ഇതിനകത്ത് ശരിക്കും ഇന്ത്യ ആസ് എ എമേർജിങ് സൂപ്പർ പവർ അല്ലെങ്കിൽ ആസ് എ എമേർജിങ് വേൾഡ് പവർ, ഗ്ലോബൽ പവർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് നമ്മളൊരു ലേറ്റ് കമറാണ് ഈ ഒരു മൂവ് ടെക്നോളജി അക്വയർ ചെയ്യുന്ന കാര്യത്തിൽ. കാരണം ഈ മൂവ് ടെക്നോളജി അക്വയർ ചെയ്യുന്ന ഏകദേശം 8ാമത്തെ മാത്രം രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. നമുക്ക് പറയുമ്പോൾ ഒരു എലീറ്റ് ക്ലബ് എന്നൊക്കെ പറയാൻ പറ്റുമെങ്കിലും ഇന്ത്യ ഈ മൂവ് ടെക്നോളജി ഇപ്പോൾ 2024 ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനും 1-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ വരെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അവരുടെ കയ്യിൽ അബാബിൽ എന്ന് പറയുന്നൊരു മിസൈലുണ്ട്, അതിനകത്ത് അവർ ഈ മൂവ് ടെക്നോളജി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഓൾറെഡി USA, അതുപോലെ തന്നെ പഴയ സോവിയറ്റ് യൂണിയൻ, ഇപ്പോഴത്തെ റഷ്യ, അതുപോലെ ഫ്രാൻസ്, ബ്രിട്ടൻ അല്ലെങ്കിൽ UK, അതുപോലെ ചൈന, പ്ലസ് പാകിസ്ഥാൻ, അതുപോലെ എന്നീ 6 രാജ്യങ്ങൾ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൂടാതെ ഇസ്രായേലിനും ഈ ഒരു കേപ്പബിലിറ്റി ഉണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി പോലെ തന്നെ അവരിത് അനൗൺസ് ചെയ്തിട്ടില്ല. സോ ഒരു ആംബിഗ്വിറ്റി ഉണ്ട് അവിടെ. പക്ഷേ ഇത് വിശ്വസിക്കപ്പെടുന്നത് ഇസ്രായേലിലും ഈ കേപ്പബിലിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ 7 രാജ്യങ്ങൾക്ക് ശേഷം ഈ മൂവ് ടെക്നോളജി സക്സസ്ഫുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുള്ള 8ാമത്തെ രാജ്യം ഇന്ത്യയാണെന്ന് പറയാം. സോ ഇതാണ് മൂവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എയ്ഡ് ഇൻ ഡൈയിങ് ആണ്. സോ എയ്ഡ് ഇൻ ഡൈയിങ്ങിനെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ റീസെൻ്റ്ലി യൂറോപ്യൻ രാജ്യമായിട്ടുള്ള ഫ്രാൻസ് അബോർഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ ഫ്രാൻസ് പ്രപ്പോസ് ചെയ്യുന്ന പുതിയൊരു നിയമമാണ്, അല്ലെങ്കിൽ അവർ അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അവിടെ പാസ്സാക്കാൻ ശ്രമിക്കുന്ന ഒരു നിയമമാണ് എയ്ഡ് ഇൻ ഡൈയിങ് എന്ന് പറയുന്നത്. അതായത് ഈ അസിസ്റ്റഡ് ആയിട്ടുള്ള സൂയിസൈഡ് അല്ലെങ്കിൽ യൂത്തനേഷ്യൊക്കെ പോലെ ടേമിനൽ ആയിട്ടുള്ള ഇൽനെസ് ഉള്ള, അതായത് വളരെ സഫർ ചെയ്തുകൊണ്ടുള്ള ഏതെങ്കിലും രോഗത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ടേമിനൽ ക്യാൻസർ ഒക്കെ പോലുള്ള ആൾക്കാർ, അതായത് അവർ മരിക്കുന്ന ഉറപ്പാണ്. വളരെയധികം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ടൈം പീരീഡിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരു കുറച്ച് കാലത്തിനകത്ത് അവർ മരിക്കുന്ന ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ആ സഫറിങ്ങിൽ നിന്ന് റിലീഫ് കൊടുക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് മരിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ അവരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് എയ്ഡ് ഇൻ ഡൈയിങ്. അപ്പോൾ ഇതിനെ ലീഗലൈസ് ചെയ്യാൻ പോവുകയാണ് ഫ്രാൻസ് എന്നാണ് ഈ വാർത്തക്കകത്ത് പറയുന്നത്. അപ്പോൾ ഇത് യൂത്തനേഷ്യക്കൊക്കെ സിമിലർ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ യൂത്തനേഷ്യയിൽ നിന്ന് ചില ഡിഫറൻസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിനകത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒന്നുകിൽ സ്വന്തമായിട്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ഒരു അവസരം കൊടുക്കും, അതല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടിയിട്ട് അവർക്ക്, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അവരുടെ ജീവിതം അവസാനിപ്പിച്ചു കൊടുക്കും. ഇപ്പോൾ യൂത്തനേഷ്യയുടെ കേസിലൊക്കെ ചെയ്യുന്നത് പോലെ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊരു അസിസ്റ്റഡ് സൂയിസൈഡ് അല്ലെങ്കിൽ യൂത്തനേഷ്യൊക്കെ പോലെ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അലോ ചെയ്യുന്ന, നിയമപ്രകാരം അനുമതി കൊടുക്കുന്ന യൂറോപ്പിലെ അടുത്തൊരു രാജ്യമായിട്ട് ഫ്രാൻസ് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ്, സ്പെയിൻ, സ്വിറ്റ്സർലാൻഡ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളിലൊക്കെ യൂത്തനേഷ്യോ അല്ലെങ്കിൽ അസിസ്റ്റഡ് സൂയിസൈഡൊക്കെ ഓൾറെഡി ലീഗലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസും ഇത് അലോ ചെയ്യാൻ പോവുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് അവർ എക്സെപ്ഷൻ പറയുന്നത്, സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്ത് ഇൽനെസ് ഉള്ള ആളുകൾക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഒരു ഇൻഫോംഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. 2, അൾഷിമേഴ്സ് പോലുള്ള അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന പേഷ്യൻസിനും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് യോണ്ടേ ഡിക്ലറേഷൻ ആണ്. സോ ഈ യോണ്ടേ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഉള്ള ചില ആർട്ടിക്കിൾസ് ഓൺലൈനിൽ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. സോ യോണ്ടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് മലേറിയ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മലേറിയ കാരണം വരുന്ന മരണങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം മലേറിയ അഫക്റ്റഡ് ആയിട്ടുള്ള 11ഓളം ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ചേർന്ന് സൈൻ ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡിക്ലറേഷനാണ് യോണ്ടെ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഏകദേശം ഈ അടുത്തായിട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണിത് ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. സോ അപ്പോൾ യോണ്ടെ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊരു 11 ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഹെൽത്ത് മിനിസ്റ്റേഴ്സ് ചേർന്ന് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ്. അത് ഈ 11 രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഹയസ്റ്റ് മലേറിയ ബേർഡൻ അനുഭവിക്കുന്ന രാജ്യങ്ങളാണിത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിക്ലറേഷനകത്ത് പറയുന്നത് മലേറിയയിലൂടെ വരുന്ന മരണങ്ങൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ ഇത് സൈൻ ചെയ്യുന്നത് യോണ്ടെ കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസ് ഇപ്പോൾ റീസെൻ്റ്ലി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ട് കാമറൂണിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു കോൺഫറൻസിൻ്റെ ഭാഗമായിട്ടാണ് ഈ യോണ്ടെ ഡിക്ലറേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 11 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബുർക്കിന ഫാസോ, അതുപോലെ കാമറൂണ്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഘാന, മാലി, മൊസാംബിക്ക്, നൈജീരിയ, സുഡാൻ, ഉഗാണ്ട, ടാൻസാനിയ എന്നീ രാജ്യങ്ങളാണ്. സോ ഇപ്പോൾ ഈ 11 രാജ്യങ്ങളാണ് ലോകത്തിലുള്ള മലേറിയ ബേർഡിൻ്റെ 70% വരുന്നത് ഈ 11 രാജ്യങ്ങളിലാണെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് സ്പെക്ട്രം റെഗുലേറ്ററി സാൻഡ് ബോക്സ് ആണ്. സോ ഈ സ്പെക്ട്രം റെഗുലേറ്ററി സാൻഡ് ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയൊരു ഇനീഷ്യേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെലികോം സെക്ടറിനകത്തുള്ള എക്യുപ്മെൻറ്റ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് സിംപ്ലിഫൈ ചെയ്യുക അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ലഘൂകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ഒരു സ്പെക്ട്രം റെഗുലേറ്ററി സാൻഡ് ബോക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പോർട്ടൽ ബേസ്ഡ് സിസ്റ്റമാണ്, ഒരു വെബ് പോർട്ടൽ ബേസ്ഡ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ കോളേജസ് അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഈ എക്യുപ്മെൻറ്റുകൾ ടെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ട് സ്പെക്ട്രം ആവശ്യമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവരുടെ അപ്ലിക്കേഷനും അത് ഗ്രാൻഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള പെർമിഷൻ ഗ്രാൻഡ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് കുറച്ചും കൂടി സ്പീഡി ആയിട്ട് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെക്ട്രം റെഗുലേറ്ററി സാൻഡ് ബോക്സ് ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു ഓൾറെഡി ഉള്ളൊരു പോർട്ടലാണ്, സരൽ സഞ്ചാർ പോർട്ടൽ എന്ന് പറയുന്നത്. ആ പോർട്ടലിലൂടെ ഈ ഫെസിലിറ്റി അവൈലബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു 1000 രൂപ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഈ ഫെസിലിറ്റി ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവൈൽ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പർപ്പസ്, മറ്റൊരു പർപ്പസ്, ഒരു ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന റെഗുലേറ്ററി സാൻഡ് ബോക്സിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഈ ഏരിയയിലുള്ള ഇന്നോവേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഇത്തരത്തിലുള്ള സാങ്ഷൻസ് ഒക്കെ കിട്ടാൻ, പെർമിഷൻസ് ഒക്കെ കിട്ടാൻ കുറേ റെഡ് ടേപ്സും കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ബോട്ടിൽ നെക്കുകൾ അവസാനിപ്പിക്കുക, എസ്പെഷ്യലി ടെലികോം സെക്ടറിലുള്ള ഈ ബോട്ടിൽ നെക്കുകൾ അവസാനിപ്പിക്കുക, അതുപോലെ തന്നെ ടെസ്റ്റിംഗ് പർപ്പസിന് ഈ സ്പെക്ട്രം കുറച്ചും കൂടി ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റുള്ള ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേംസ് ഓഫ് ഓഫീസ് ആക്ട് 2023 ആണ്. നമ്മളിതിനു മുമ്പും ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണിത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം, ഇപ്പോൾ ഇന്നലെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഒരു പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം എന്ന് പറയുന്നത് ബേസിക്കലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു മെമ്പർ 2 ദിവസങ്ങൾക്ക് മുമ്പ് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതേ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ആ മെമ്പർ രാജിവെച്ചതോട് കൂടിയിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിലൊരു 3 മെമ്പർ ബോഡി ആണെങ്കിൽ അതിനകത്തുള്ള ഒരാൾ ഓൾറെഡി റിട്ടയർ ആയിരുന്നു, മറ്റാൾ രാജിവെക്കുകയും ചെയ്തു. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ മാത്രമേ അതിലുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ ഈ 2 പേരുടെ വേക്കൻസി ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് അനുസരിച്ച് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. അപ്പോൾ ആ സെലക്ഷൻ കമ്മിറ്റി റീസെൻ്റായിട്ട് യോഗം ചേരും, അല്ലെങ്കിൽ 2 ദിവസങ്ങൾക്കകത്ത് യോഗം ചേരും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 6 വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ആക്ടിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്ടിനകത്ത് പറയുന്നത് ബേസിക്കലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചും അവരുടെ ടേംസ് ഓഫ് സർവീസിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റുള്ള സർവീസ് കണ്ടീഷൻസിനെ കുറിച്ചുമാണ്. അപ്പോൾ ഈ ഒരു ബില്ലിൻ്റെ പേർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൻ്റെ ബില്ലല്ല, ഇതിപ്പോൾ ഒരു ആക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. ഈ ആക്ടിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ആക്ട് ചെയ്യുന്നത് 1991 ഈ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു നിയമം നിർമ്മിച്ചിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പേര് ഇലക്ഷൻ കമ്മീഷൻ കണ്ടീഷൻസ് ഓഫ് സർവീസ് ഓഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് അതർ ട്രാൻസാക്ഷൻസ് ഓഫ് ബിസിനസ് ആക്ട് 1991 എന്നാണ്. ഈ ആക്ടിനെ ഡിലീറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇതിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള നിയമമാണ് 2023 നിയമം. അപ്പോൾ ഈ നിയമത്തിനകത്ത് പറയുന്നത്, ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷനിലെ
മെമ്പേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻസ്, അവരുടെ സർവീസ് കണ്ടീഷൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുതിയ നിയമത്തിനകത്ത് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷൻ, അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിലും മറ്റുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിലും അവരുടെ അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 324 അനുസരിച്ച് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. പക്ഷേ ഈ ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ്റെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചോ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചോ ടേംസ് ഓഫ് ഓഫീസിനെ കുറിച്ചോ അല്ലെങ്കിൽ സർവീസ് കണ്ടീഷൻസിനെ കുറിച്ചോ ടെന്യൂറിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ഒരു നിയമം അനുസരിച്ച് 91 നിയമം അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ്റെ ടെന്യൂറൊക്കെ 6 വർഷമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ ക്വാളിഫിക്കേഷൻസിനെ കുറിച്ചൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സും പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കറിയാം ഈ ഇന്ത്യൻ പ്രസിഡന്റ് അപ്പോയിൻമെൻറ്റ് നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റിന് സ്വന്തമായിട്ട് വിവേചനാധികാരങ്ങളൊന്നുമില്ല. സോ പ്രൈം മിനിസ്റ്റർ പറയുന്ന അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭ പറയുന്ന ആളെയാണ് ഇലക്ഷൻ കമ്മീഷനായിട്ട് പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊരു പരിധി ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ നമുക്കറിയാം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് നടക്കണമെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ വേണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ ആർട്ടിക്കിൾ 324 വെച്ച് മാത്രം നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് 2023 സുപ്രീം കോടതി വളരെ സുപ്രധാനമായിട്ടുള്ള വേർഡിക്റ്റിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്കുള്ള വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ ആണെങ്കിലും മറ്റുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സിൻ്റെ ആണെങ്കിലും ഓഫീസിൽ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസി ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നടക്കുന്ന സമയത്ത് ആ അപ്പോയിൻമെൻറ്റിനകത്തൊരു പ്രോസസ്സ് വേണം. അതായത് ചുമ്മാ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് പകരം അതവിടെ ഒരു സെലക്ഷൻ കമ്മിറ്റി വേണം. ആ സെലക്ഷൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസിഡന്റിന് അപ്പോയിൻമെൻറ്റ് നടത്താൻ പറ്റൂ. അത് നേരത്തെ ചെയ്യുന്നത് പോലെ സെൻട്രൽ ഗവൺമെൻറ് മാത്രം തീരുമാനിച്ച അപ്പോയിൻമെൻറ്റ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്ന സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ പ്ലസ് ലോക്സഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ലെങ്കിൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ പ്ലസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇവർ 3 പേരും അടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാവും. ആ സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് പ്രസിഡന്റ് നടത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സെലക്ഷൻ കമ്മിറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്തൊരു ബാലൻസ് ഉണ്ട്. അതായത് ഗവൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പ്രതിപക്ഷത്തിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഗവൺമെൻറ്റിൻ്റെ ഒരു നോമിനി പോലെ ആയിരിക്കില്ല ഇലക്ഷൻ കമ്മീഷൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. ഇവിടെ ഒരു ഇംപാർഷ്യാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നടക്കാനുള്ള പ്രോസസ്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു വിധിക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഇതൊരു ടെമ്പററി പ്രൊവിഷൻ ആണെന്നും ഇതിനകത്ത് പാർലമെൻറ്റ് കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിധിയെ മറികടക്കാനും അതുപോലെ തന്നെ ഈ വിധിക്കകത്ത് പറഞ്ഞിട്ടുള്ളത് പോലുള്ള ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടുമാണ് ഈ 2023 ഈ ആക്ട് പാസ്സാക്കുന്നത്. അപ്പോൾ ഈ ആക്ടിനകത്തുള്ള പ്രധാനപ്പെട്ട പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് നടത്തുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഈ ആക്ടിനകത്ത് പറയുന്നത് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് ഇലക്ഷൻ കമ്മീഷനിലേക്കുള്ള ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ആ സെലക്ഷൻ കമ്മിറ്റിക്കകത്ത് ഈ ആക്ടിൽ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ആക്ടിനകത്ത് പറയുന്നത് ഈ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ അല്ലെങ്കിൽ ലോക്സഭയിലെ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ലീഡർ പ്ലസ് പ്രൈം മിനിസ്റ്റർ നോമിനേറ്റ് ചെയ്യുന്ന ഒരു മിനിസ്റ്റർ. ഓക്കെ, ഈ 3 പേര് അടങ്ങുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ആയിരിക്കും ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രസിഡന്റിന് റെക്കമെൻഡേഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കമ്മിറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിനകത്ത് 2 പേര് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. സോ ഇതൊരു 3 മെമ്പർ കമ്മിറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് ഡിസിഷൻസ് എടുക്കാൻ മെജോറിറ്റി ബേസിസിലാണ്. സോ 2 പേര് ഗവൺമെൻറ്റിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് വിചാരിക്കുന്ന ഒരാളെ മാത്രമേ ഇലക്ഷൻ കമ്മീഷനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റൂ. സോ ദാറ്റ് മീൻസ് ഈ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനൊരു പ്രോസസ്സ് വന്നെങ്കിലും പഴയ കാര്യത്തിൽ നിന്ന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഗവൺമെൻറ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആളെ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗവൺമെൻറ് നോമിനേഷൻ പോലെ തന്നെയാണ് ഈ അപ്പോയിൻമെൻറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം ഈ ആക്ടിനുണ്ട്. അപ്പോൾ ഇതാണ് ഈ ആക്ടിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന ഇലക്ഷൻ അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് 1991 നേരത്തെ ഉണ്ടായിരുന്ന ഈ ആക്ട് അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ സാലറി എന്ന് പറയുന്നത് അത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിലും മറ്റുള്ള ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആണെങ്കിലും അവരുടെ സാലറി എന്ന് പറയുന്നത് സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജിൻ്റെ ഈക്വൽ സാലറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറിക്ക് ഈക്വൽ ആയിട്ടുള്ള സാലറി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി ജഡ്ജിമാരുടെ സാലറി ഇന്ത്യൻ പാർലമെൻറ്റ് ഫിക്സ് ചെയ്യുന്നതാണ്. ആ സാലറി പാർലമെൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ സമയത്ത് അല്ലാതെ കുറക്കാൻ പറ്റില്ല എന്നുണ്ട്. സോ അതായത് ഇവരുടെ സർവീസ് കണ്ടീഷൻസ് ഫിക്സ്ഡ് ആണ് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷേ ക്യാബിനറ്റ് സെക്രട്ടറിയുടെ സാലറി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്നതാണ്. അതിനകത്ത് ഗവൺമെൻറ്റിന് മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു
പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഈ സെലക്ഷൻ കമ്മിറ്റി ഈ ആളുകളെ പേരുകൾ സെലക്ട് ചെയ്യണമെന്ന് പറയുന്ന സമയത്തും ക്യാബിനറ്റ് സെക്രട്ടറി ഹെഡ് ചെയ്യുന്ന ഒരു സെർച്ച് കമ്മിറ്റി ഉണ്ടാകും. അവരുടെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ടെന്യൂറും കാര്യങ്ങളൊക്കെ പഴയ രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 6 വർഷം വരെ അല്ലെങ്കിൽ 65 വയസ്സ് വരെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇനി ഈ പറയുന്ന പുതിയ ആക്ട് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെലക്ട് കമ്മിറ്റി ഗവൺമെൻറ് ഡോമിനേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇവരുടെ സാലറിക്കകത്തൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് തന്നെ കമ്മീഷൻ്റെ ഓട്ടോണമി മേ ബി ഇല്ലാതാവാം. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഈക്വൽ സാലറി എന്ന് പറയുമ്പോൾ അവർക്കൊരു സ്റ്റാറ്റസ് ഉണ്ടാവും, സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഈക്വൽ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്യാബിനറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളോട് ഉത്തരവിടാൻ ഇലക്ഷൻ കമ്മീഷന് ആ ഒരു ഉത്തരവിനൊരു വാല്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അണ്ടർമൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നവും ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണ്, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 13 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് യൂണിവേഴ്സലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഒന്നും ഇല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ നമ്മൾ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് പറയാറുള്ളത് ഹ്യൂമൻസ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഹ്യൂമൻസിൻ്റെ കേപ്പബിലിറ്റിയാണ് നമ്മുടെ ഇൻ്റലിജൻസ് എന്നാണ് പറയുക. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷീൻസ് അവരുടെ മുന്നിൽ വെക്കുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് യൂസ് ചെയ്യുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് ദേ സിമുലേറ്റ് ദ ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ കീ കോമ്പോണൻസ് നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ഈ AI ടൂൾസിന് എന്ത് ചെയ്യാം, വേരിയസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഓക്കെ, അതിനകത്ത് ലീനിയർ ആയിട്ടുള്ള സെപ്പറബിലിറ്റി തൊട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് സിനാരിയോസ് വരെ അവർക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് അവർ ബേസിക്കലി ചെയ്യുന്നത് ഈ AI ടൂളുകളെ നമ്മൾ ഇനീഷ്യലി ഒന്ന് ട്രെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് വലിയൊരു വാസ്റ്റ് ഡാറ്റാ സെറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ AI ടൂളുകളെ ട്രെയിൻ ചെയ്യും. അപ്പോൾ ആ ഡാറ്റാ സെറ്റുകൾ അനലൈസ് ചെയ്യുന്നതിലൂടെ അവർക്കൊരു പാറ്റേൺ മനസ്സിലാവും. അതായത് ഇന്ന പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഇന്നതായിരിക്കും എന്നുള്ളൊരു പാറ്റേൺ അവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പാരാമീറ്റേഴ്സും ആ പാറ്റേൺസും വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പാരാമീറ്റേഴ്സും അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും വെച്ചിട്ടാണ് ഇവർ ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. മറ്റൊന്ന് മെഷീൻ ലേണിംഗ് ആണ്. മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് വരുന്നൊരു സബ്സെറ്റാണ്. അപ്പോൾ അത് ഒരു ടൈപ്പ് ഓഫ് ആൽഗരിതമാണ്. അത് ബേസിക്കലി ഈ മെഷീൻസിനെ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് മെഷീൻസിന് പഠിക്കാനും അതുപോലെ തന്നെ ഓവർ ടൈം അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷീൻസിൻ്റെ കേപ്പബിലിറ്റിയാണ് മെഷീൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 3 ടൈപ്പ് ഓഫ് മെഷീൻ ലേണിങ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉണ്ട്, റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഉണ്ട്. ഓക്കെ, ഇനി മറ്റൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്, അല്ലെങ്കിൽ ANNs എന്ന് പറയും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ ANNs എന്ന് പറയുന്നത്. സോ അത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരം ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള നോഡ്സ് അല്ലെങ്കിൽ ന്യൂറോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഇതിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കുകൾക്ക് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ഈ ANNs എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമേഴ്സ് ആണ്. സോ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത് ഈ ANN എന്നുണ്ടല്ലോ, അതായത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉണ്ടല്ലോ, അതിനകത്ത് വരുന്നൊരു സ്പെഷ്യലൈസ്ഡ് ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകളാണ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള പാരലൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ് ആണ്. ഈ ഗ്രാഫിക് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഫിസിക്കൽ പ്രോസസ്സേഴ്സ് ആണ്. അതായത് ഈ ANNകൾ റൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫിസിക്കൽ പ്രോസസ്സറുകളാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാഫിക്സ് റെൻഡറിങ്ങിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഗ്രാഫിക്സ് റെൻഡറിങ്ങിന് വേണ്ടിയിട്ട് നേരത്തെ ഡെവലപ്പ് ചെയ്തിരുന്നതാണ് ഈ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.